ഏറെ പ്രിയമുള്ള ശ്രീ രമേശ് പിഷാരടി, ഞാൻ ബൈജു ഗോവിന്ദൻ, സെന്റ് ലൂയിസ് ഓംകാരം അസോസിയേഷൻ മെമ്പറും വൈസ് പ്രസിഡന്റുമാണ്. രാഗവിസ്മയം 2025 എന്ന ഗാനരാഗ നർമ്മസന്ധിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കാനായി സെന്റ് ലൂയിസിലേക്ക് MG ശ്രീകുമാർ, സ്റ്റീഫൻ ദേവസി, മറ്റു സഹപ്രവർത്തകർ എന്നിവരോടൊപ്പം താങ്കൾ വന്നതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷം. നന്ദി. മിമിക്രിയിലൂടെ വളർന്ന് 50നോടടുത്ത് സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ ആകെ രസിപ്പിക്കുകയും മമ്മൂക്കയെ പോലുള്ള പ്രതിഭാധനരെ വെച്ച് ഗാനഗന്ധർവൻ, അതുപോലെ ജയറാമേട്ടൻ, കുഞ്ചാക്ക ബോബൻ എന്നിവരെ വെച്ച് പഞ്ചവർണ്ണ തത്ത എന്നീ 2 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു താങ്കൾ. എന്നെ സംബന്ധിച്ച് ഞാൻ അല്ലെങ്കിൽ മലയാളികൾ താങ്കളുടെ വലിയ ആരാധകരാവാനുള്ള കാരണം സമകാലിക പ്രസക്തിയുള്ള നർമാവതരണത്തിലൂടെ അശ്ലീലമില്ലാത്ത ശുദ്ധമായ നർമ്മം പറഞ്ഞ് ഞൊടിയിടയിൽ നമ്മളെ എല്ലാവരെയും കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള താങ്കളുടെ അപാര പ്രതിഭയാണ്. ചുരുക്കം ചില പരിപാടികൾ എടുത്തു പറഞ്ഞാൽ സിനിമാല, ബ്ലഫ് മാസ്റ്റർ, അങ്ങനെ തുടങ്ങി ടോപ്പ് സിംഗർ, സൂപ്പർ 4, ഫൺസ് അപ്പോൺ എ ടൈം, ഈ അടുത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ അവതരിപ്പിച്ച ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി, സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടികളും ഒക്കെ തന്നെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. ധർമ്മജൻ ബോൾഗാട്ടി മുത്തുള്ള നർമ്മവേദികൾ, അമർ അക്ബർ ആന്റണിയിലെ നല്ലവനായ ഉണ്ണി, CBI ഫയലിലെ CBI ഓഫീസർ വിനയ്, മാളികപ്പുറം സിനിമയിലെ ഉണ്ണി, ഇതൊക്കെ താങ്കളിലെ അഭിനയ തികവിൻ്റെ ചില സ്ഫുരണങ്ങൾ മാത്രമാണ് എന്നതിൻ്റെ സുവ്യക്തമായ അടയാളങ്ങളാണ്. തുടർന്നും അനേകം സിനിമകളിൽ അഭിനയിച്ചും TV ഷോകളിൽ ഭാഗമായും അത്യുജ്വലമായ സിനിമകൾ സംവിധാനം ചെയ്തും മലയാളക്കരയെ ആകെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും താങ്കൾക്ക് കഴിയട്ടെ എന്നും ചലച്ചിത്ര മേഖലയിലെ ഒരു അതുല്യ പ്രതിഭയായി മാറാനും വലിയ അംഗീകാരങ്ങൾ താങ്കളെ തേടി എത്താനും സൗഭാഗ്യമുണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെയും സെന്റ് ലൂയിസ് ഓംകാരം അസോസിയേഷൻ അഥവാ ഓംകാരം കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ നന്ദി.